فتش عيوبك قبل العيب غيرك من كل من الناس من عيب له سلما. നീ പോരായ്മ പരിശോധിക്കുന്നവനാകരുത്, കൈബ് പരിശോധിക്കുന്ന ആളാകരുത്. നീ ഒന്ന് പറഞ്ഞു തരുമോ, പോരായ്മയിൽ നിന്ന് രക്ഷപ്പെട്ടവർ നിന്റെ കൂട്ടത്തിൽ ആരുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ആരുണ്ട്? എന്നിട്ട് മഹാന്മാര് പറയുന്നു, വലാ തകുൻ കദുബാബിൻ ബിൽ ജുറുഹി വഖഅ ദുന സിഹാഹി മിനൽ അളാഇ മുസ്തലിമാ. നീ ഈച്ചയെ പോലെ ആകരുത്. ഈച്ച കണ്ടില്ല നിങ്ങൾ? കുറെ വന്നിങ്ങനെ കറങ്ങും. എന്തിനാ കറങ്ങുന്നത്? ഈച്ച പരിശോധിക്കാണ്. എവിടെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ഒന്ന് വലിക്കാൻ പറ്റിയ നീരോ രക്തമോ വലിക്കാൻ പറ്റിയ പൊട്ടലോ ചീറ്റലോ മുറിവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഉണങ്ങിയ മുറിയാണെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കും, അവിടെ എവിടെ ഒന്ന് വലിക്കാൻ പറ്റുമോ. ദൂനസ്വിഹാഹി, ആരോഗ്യമുള്ള സ്ഥലത്ത് അത് ഇരിക്കൂലല്ലോ, ഇരുന്നാൽ തന്നെ വേണിയിട്ട് പോകും, കാരണം ഒന്നും കിട്ടാണ്ടാകൂല. ഇങ്ങനെ ചില കണ്ണ് നല്ല മട്ടുള്ളത് പറയാനോ അല്ലെങ്കിൽ അത് പ്രശംസിക്കാനോ അതിൽ സന്തോഷം പറയാനോ അല്ല. എവിടെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് വേഗം മൈനസ് വേഗം കണ്ടെത്തുക, പോരായ്മ വേഗം കണ്ടെത്തുക. ഈച്ചപ്പണി എടുക്കരുത്, അത് മോശ. അതെല്ലാവരോടും നമുക്ക് പറയാനുള്ള, ഈ സൂറത്ത് അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ള വലിയ ഉപദേശത. പ്രിയപ്പെട്ട സഹോദരിമാര്, തീർത്തും നമ്മൾ മനസ്സിലാക്കും. ദഹിക്കാത്തതാ പ്രശ്നം, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രശ്നം. ഒരാൾക്ക് അല്ലാഹു തആല 4 മക്കളെ കൊടുത്തു. ഉദാഹരണം, അതിൽ ഒരു മകൻ നല്ല ആലിമായി, മറ്റേ മകൻ നല്ല എഞ്ചിനീയറായി, മൂന്നാമത്തെ മകൻ നല്ല ഡോക്ടറായി, നാലാമത്തെ മകൻ നല്ല വക്കീലായി. 4ലും കേടില്ല. എത്ര നമ്മൾ സ്തുതിക്കണം, അൽഹംദുലില്ലാ എത്ര പറയണം. പക്ഷെ നമ്മളതൊരാളോട് പറയണം, അയാൾക്ക് അല്ലാഹു വലിയ നിഅമത്ത് കൊടുത്തിട്ടു. എന്തേ? അയാളെ മൂത്ത മകൻ നല്ലൊരു ആലിമാണ്. മറ്റേ മക്കളൊക്കെ ഉപദേശിക്കാൻ ആ ഒരു മോനുണ്ടായാലും കുടുംബത്തെ മൊത്തം നോക്കാനും പറ്റുമല്ലോ, അൽഹംദുലില്ലാ സന്തോഷം. മറ്റേ മകൻ നല്ല എഞ്ചിനീയറാ. ആവശ്യല്ലേ? സമൂഹത്തിൽ ആവശ്യമുള്ള തന്നെയല്ലേ, ഒരു മോശം അതിലില്ലല്ലോ, ഫർള് കിഫായ തന്നെയല്ലേ. മറ്റേ ആള് ഡോക്ടറാണ്, മറ്റേ ആള് വക്കീലാണ്. ഇത് നമ്മളൊരാളോട് പറയുമ്പോ അയാള് ഹുമസയിൽപ്പെട്ട ആളാണെങ്കിൽ വേഗം മനസ്സിലാക്കാം. അതുകൊണ്ടൊക്കെ എന്ത് കിട്ടാനാ, ഒറ്റടിക്ക്. അങ്ങനെ കുറെ എഞ്ചിനീയർ കുറെ വക്കീലൊക്കെ ആയിട്ട് ഇവിടെ എന്ത് കിട്ടാനാ? എന്താ വിഷയം സഹോദരങ്ങളെ? അത് ദഹിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, അല്ലാഹു തആലാക്ക് നമ്മൾ സന്തോഷം പറയണം.